GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ട്രിഗണോമെട്രിക് ഇക്വേഷൻസിന്റെ രണ്ട് ഇക്വേഷൻസ് ആണ് പറയുന്നത്. പലർക്കും +1 തൊട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു, പക്ഷെ വളരെ സിമ്പിൾ ആണെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. സൈൻ ഓഫ് എ പ്ലസ് ബി, സൈനിന് രണ്ട് ആംഗിളുകൾ കൂട്ടും, സൈൻ ഓഫ് എ പ്ലസ് ബി. അപ്പോൾ ഇതിൻ്റെ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇത് എങ്ങനെ വന്നതെന്ന് അല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സൈൻ ഓഫ് എ പ്ലസ് ബി, അപ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാനിവിടെ പറയാം. സൈൻ 60യുടെ വാല്യൂ കാണണം ഒരാൾക്ക്. അപ്പോൾ നമുക്കറിയാം സൈൻ 60യുടെ വാല്യൂ √3/2 എന്ന് അറിയാം. പക്ഷെ നമുക്കത് ഇങ്ങനെയും കൂടി കണ്ടുപിടിക്കാം. സൈൻ ഓഫ് 30 + 30. അപ്പോൾ ഇത് സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോർമാറ്റിൽ വരാം. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ എന്ത് വരും? സൈൻ 30 × കോസ് 30 പ്ലസ് കോസ് 30 × സൈൻ 30. അപ്പോൾ സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. കോസ് 30യുടെ വാല്യൂ √3/2 ആണ്. വീണ്ടും √3/2 1/2. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് √3/2 കിട്ടും. അപ്പോൾ ഇത് രണ്ടിലും √3/2 കോമൺ ആണ്. √3/2 കോമൺ ആയിട്ട് എടുത്താൽ 1/2 + 1/2. 1/2 + 1/2 എന്ന് പറയുന്നത് 1 ആണ്. √3/2 × 1 √3/2. അപ്പോൾ മാത്തമാറ്റിക്സ് സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്താലും ആൻസർ കൃത്യമായിട്ട് വരും. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സയൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മാത്തമാറ്റിക്സിനെ. കാരണം വേൾഡിൽ എവിടെയും 1 + 1 2 തന്നെയാണ്. അപ്പോൾ അതൊരു സ്പിരിച്വൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മാത്തമാറ്റിക്സ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചത് മാത്രം. സൈൻ ഓഫ് എ മൈനസ് ബി, ഇതിന്റെ ഡിഫറൻസ് വരുമ്പോൾ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇനി കോസിലേക്ക് വരാം. അപ്പോൾ ഇത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. അതിന് ഞാനൊരു ചെറിയ സൂത്രം കൂടി പറഞ്ഞുതരാം. കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അപ്പോൾ കോസിന്റെ അഡീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ നമ്മുടെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുള്ളത്. കോസ് ഭയങ്കര വർഗസ്നേഹമുള്ള ആളാണ്. അപ്പോൾ കോസ് എയുടെ ഒപ്പം തന്നെയാണ് കോസ് ബി. പിന്നെന്താ, ആളൊരു തലതിരിഞ്ഞവനാണ്. പ്ലസിന് പകരം മൈനസ് വരും. പിന്നെന്താ, വർഗസ്നേഹമുള്ളത് കൊണ്ട് ഈ സൈനയും സൈൻ ബിയും ഒരുമിച്ചിട്ടുള്ളതായിരിക്കും. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത് മാത്രമേ ഓർത്തിരിക്കാൻ. കോസ് ഓഫ് എ പ്ലസ് ബി വിൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇവിടെയും നോക്കാം, കോസ് എ മൈനസ് ബി. ഞാൻ പറഞ്ഞ വർഗസ്നേഹം ഉണ്ട്, തലതിരിഞ്ഞാളാണ്. അപ്പോൾ എന്താ, വർഗസ്നേഹം ഉള്ളതുകൊണ്ട് കോസ് എയുടെ അടുത്ത് തന്നെ കോസ് ബിന്ന് നിർത്തി. മൈനസ് എന്നുള്ളത് തലതിരിഞ്ഞവനായിട്ട് മൈനസ് പ്ലസ് ആയി സൈൻ എ സൈൻ ബി. ഇനി സൈനിന്റെ കേസ് നോക്കിക്കോളൂ. സൈൻ ആള് വർഗസ്നേഹം ഇല്ലാത്ത ആളാണ്, പക്ഷെ നേരെ പോകുന്ന ആളാണ്. പ്ലസ് വന്നാൽ പ്ലസ് തന്നെയാണ്, മൈനസ് വന്നാൽ മൈനസ് തന്നെയാണ്. പക്ഷെ വർഗസ്നേഹം ഇല്ല. കാരണം സൈൻ ഓഫ് എ പ്ലസ് ബിയില് സൈനയുടെ അടുത്ത് നിർത്തിയിരിക്കുന്ന ആരെ കോസ് ബി ആണ്. ഓക്കെ, പിന്നെ തലതിരിഞ്ഞവനല്ല, നേരായിട്ട് പോകുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലസ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്തിരുന്നാൽ സൈൻ തല തിരിയാത്തവരും കോസ് തല തിരിഞ്ഞവരും, അതുപോലെ സൈൻ വർഗസ്നേഹം ഇല്ലാത്തവരും കോസ് വർഗസ്നേഹമുള്ളവനാണെന്നുള്ളത് ടിപ്പ് ഓർത്തിരുന്നാൽ നമുക്ക് ഈ ഒരു ഇത് മറക്കാതെ നമുക്കിത് ചെയ്യാം. ഇല്ലെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൂഫ് പറഞ്ഞ് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട്, 2 എന്ന് പറഞ്ഞാൽ 4 ഇക്വേഷൻ കൃത്യമായിട്ട് അറിഞ്ഞാൽ +1 മാത്സിലെ ട്രിഗണോമെട്രിയും +2 മാത്സിലും, അതുപോലെ നിങ്ങൾ ഡിപ്ലോമ, ബിടെക്, അതുപോലെ തന്നെ മറ്റ് ഹയർ മാത്സ് എടുത്ത് പഠിക്കുന്ന കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ദിസ് ഇസ് റെൻസ് തോമസ് സൈനിങ് ഓഫ്.